മച്ചാമാരെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു സ്ലൈഡ് ഗേറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എന്നാൽ എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മതിൽ ഇന്ന് പ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്ലാസ്റ്റ് ചെയ്യുന്ന മുമ്പേ നിങ്ങളൊരു കാര്യം കാണിക്കാം. നമ്മളെ സൈറ്റിൽ പുരാവസ്തു, അതായത് ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളെ കൂടെയുള്ള മൺവെട്ടിയാണ്. അത് തേഞ്ഞ് ഏകദേശം ഈ പരുവായി. എന്നിട്ട് നമ്മൾ കളയാതെ അത് കൊണ്ട് നടക്കുകയാണ്. ഇതുവരെക്കും കളഞ്ഞിട്ട് ഏത് സൈറ്റിൽ വർക്കിന് പോയാലും ഈ മൺവെട്ടിയും കൂടി കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഹോളോ ബ്രിക്സ് മതിൽ പൂശാൻ വേണ്ടി നമ്മൾ മണൽ മിക്സ് ചെയ്യുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ മണലെന്ന് പറയുന്നത് നമ്മൾ ഇടുന്നത് എംസാൻഡാണ്. എംസാൻഡ് നമ്മൾ 5-1, അതായത് 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ആ കണക്കിനാണ് ചെയ്യുന്നത്. അപ്പം 10 കുട്ട മണലിന് 1 പാക്കറ്റ് സിമൻറ്റ്. അപ്പോൾ സിമൻറ്റ് നമ്മൾ എടുക്കുന്നത് റാംകോയുടെ സിമൻറ്റാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. നിങ്ങൾക്ക് എപ്പം ബോറടിക്കോ ആ സമയത്ത് നിങ്ങൾക്ക് പോകാം. പക്ഷേ പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ നമ്മളിത് വെച്ച ഗേറ്റാണ്. ഗേറ്റ് നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. പ്ലാസ്റ്റിക് കനം വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ ക്ലാമ്പ് വെൽഡ് ചെയ്തപ്പോൾ ശകലം കുറഞ്ഞു പോയി. അപ്പം ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചത്. അപ്പോൾ പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ ഈ ഗേറ്റ് ആ ചെവറിൽ തട്ടരുത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പം ഗേറ്റ് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പമാണ്, ആർക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹോളോ ബ്രിക്സ് നല്ല രീതിയിൽ നനച്ചായിരുന്നു. വെള്ളമൊഴിച്ച് നനച്ചിട്ട് നമ്മൾ സിമൻറ്റ് പൊടിയാണ് അടിക്കുന്നത്. സാധാരണ നമ്മൾ ഗ്രൗട്ടാണ് ഒഴിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നനച്ചത് കൊണ്ടാണ് നമ്മൾ സിമൻറ്റ് പൊടി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 60 അടി നീളം മതിലുണ്ടെങ്കിൽ നമുക്കത് നല്ല വേഗത്തിൽ, അതായത് നല്ല സ്പീഡിന് ആ വർക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ്. കാരണം ഇതിൻ്റെ കൂടെ ഈ വർക്ക് പഠിക്കുന്നവർക്കും ഈ വീഡിയോ കണ്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ സിമൻറ്റ് പൊടി അടിച്ചിട്ട് ഇത്തിരി ഏകദേശം ടൈറ്റ് മസാലല്ല, നല്ല ലൂസ് ചാന്താണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മതിൽ ഏകദേശം ഒരു 50 അടി നീളം മതിലിനുണ്ടെങ്കിൽ ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. കാരണം നമുക്ക് വർക്ക് സ്പീഡിന് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഇതൊരു ട്രിക്കാണ്, അതായത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു ചെറിയൊരു ട്രിക്കാണ്. നമുക്ക് എങ്ങനെ സ്പീഡിന്, അതായത് പെട്ടെന്ന് നല്ല നീറ്റായിട്ട് വർക്ക് തീർക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 50 അടി നീളമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു 30 അടി, അതായത് പകുതിയിൽ കൂടുതൽ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് സിമൻറ്റ് പൊടി വെച്ചിട്ട് നമ്മൾ ചാന്ത്, അതായത് സിമൻറ്റ് മിക്സ് ചെയ്ത ചാന്ത് വാരി പറ്റിക്കണം. ഇതുപോലെ നമുക്ക് കരണ്ടി വെച്ച് കോരി അടിക്കാൻ പാടാണെങ്കിൽ ഇതുപോലെ പത്രയുണ്ട്, പ്ലേറ്റ് എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ പത്ര വെച്ച് നമുക്ക് വാരി ചെവര് കംപ്ലീറ്റും ഒന്ന് ചാന്ത് പറ്റിച്ചെടുക്കണം. ഒരു 50 അടി നീളം ഉണ്ടെങ്കിൽ ഒരു 30 അടി നീളത്തിൽ ഇങ്ങനെ പറ്റിച്ചെടുക്കുമ്പോൾ ഇത് ഏകദേശം അവിടെ നിന്ന് പരുവാകും, അതായത് ഉണങ്ങും. അപ്പം ചില ആൾക്കാർ ചെയ്യും ഒരു 5 അടി അല്ലെങ്കിൽ ഒരു 6 അടി നീളത്തിന് അല്ലെങ്കിൽ ഒരു 10 അടി നീളത്തിനൊക്കെ തേച്ചിട്ട് അത് മുഴക്കോലിട്ട് കൈപ്പണിട്ട് തേച്ച് തീർന്നതിന് ശേഷം അടുത്തതിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ പണി വളരെ കുറവായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ കൂടി തന്നെ ഈ വീഡിയോ ഇത് കണ്ടു പഠിക്കാം. പ്ലാസ്റ്റിക് വളരെ എളുപ്പമാണ്. നമ്മൾ മനസ്സറിഞ്ഞ്, അതായത് മനസ്സിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഈ വർക്കെന്നല്ല, ഏതൊരു വർക്കും നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം മുഖ്യ ആൾക്കാരും രാവിലെ വരും, വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും അവർ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡിന് വർക്ക് നടക്കും. ഞങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിൽ, ഞങ്ങളുടെ വർക്കിൽ കള്ളത്തനമില്ല. പൊതുവേ കൺസ്ട്രക്ഷൻ വർക്കിൽ ആരും കള്ളത്തനം കാണിക്കത്തില്ല, പക്ഷെ കാണിക്കുന്നവരുണ്ട്. അത് അവർക്ക് ആ കള്ളത്തനം കാണിച്ചിട്ട് എന്താണ് നേട്ടമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞങ്ങൾ പൊതുവേ ഒരു കള്ളത്തനം കാണിക്കില്ല. ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഒരു 25 അടിയോളം നമ്മൾ നീളത്തിനാണ് നമ്മളിപ്പം ചാന്ത് അടിച്ചിട്ടുണ്ട്. നമ്മളൊരു 30 അടി, മാക്സിമം 30 അടിയോളം അടിക്കും. അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുഴക്കോല് മാലിടാൻ വളരെ എളുപ്പമാകും. അതായത് നല്ല നീളമുള്ള മുഴക്കോല് വെച്ച് ഒന്ന് മേളിൽ ടോപ്പിൽ ഒന്ന് ലെവലിന് മാലിടണം. ലെവലിന് മാലിടും. ഇതിപ്പം ഞങ്ങൾ 30 അടി അടിച്ചപ്പോൾ ഇവിടെ ഏകദേശം ഉണങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ മുഴക്കോലിടാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലൂസ് ചാന്താകുമ്പോൾ ഇതങ്ങ് ഇഴിവി ഇറങ്ങും, നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാരായ ഒരു വീട്ടിലൊക്കെ നമ്മൾ മതിൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇതായിരിക്കും. കാരണം വർക്ക് എത്ര തീരും, എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ള ഒരു ടെൻഷൻ അവർക്ക് കാണും. അവർ മേശന്മാരോട് ചോദിക്കില്ല ഇത് എത്ര ദിവസത്തെ വർക്ക് വരും എന്ന് ചോദിക്കില്ല. അപ്പോൾ നമ്മൾ അത് കണ്ടിറങ്ങി വേണം ചെയ്യാൻ.
ഇതിപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റും നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഞങ്ങൾ ചാന്ത് പറ്റിച്ചിട്ടുണ്ട്. പറ്റിച്ച് ഇതുപോലെ മുഴക്കോൽ കുറുകെ ക്രോസിന് മുഴക്കോൽ ഇട്ട് വീണ്ടും ഒന്നും കൂടി പറ്റിക്കാനുള്ള അടുത്തൊക്കെ നമ്മൾ ചാന്തൊക്കെ ഒന്ന് വാരി ഇതേപോലെ പറ്റിച്ച് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മുഴക്കോൽ വലിക്കണം. അപ്പോൾ മുഴക്കോൽ വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊന്ന് ലെവലാകാൻ വേണ്ടിയാണ് മുഴക്കോൽ വലിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈപ്പാണി ഇടാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും. മറ്റേത് വീണ്ടും ചാന്ത് പറ്റിച്ച് വീണ്ടും കൈപ്പാണി ഇട്ട് അപ്പോൾ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 30 അടിയോളം നമ്മൾ സൈഡ് തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചാന്ത് പറ്റിച്ച് ഇപ്പോൾ ഏകദേശം ഞാൻ പകുതിയോളം മുഴക്കോൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ മുഴക്കോൽ ഇടുമ്പോൾ ആദ്യം മുഴക്കോൽ ഇട്ടത് അവിടെ ശകലം നിന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് ഈ കൈപ്പാണി ചുറ്റി തേക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഞങ്ങൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയ വർക്കാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് 10 മണിയായിട്ടുള്ളൂ. 10 മണിയായപ്പോൾ തന്നെ അകം മതിലിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് തീരാറായി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ, അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വന്നാൽ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റും നമ്മൾ കൈപ്പാണി ചുറ്റി ഇത് മുഴക്കോൽ വലിച്ച് പറ്റിക്കാനുള്ളതെല്ലാം ചാന്തെല്ലാം പറ്റിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് മുഴക്കോൽ ഇടുകയാണ്. ആ മുഴക്കോൽ വലിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് കൈപ്പാണി ഇടാൻ പറ്റും. കൈപ്പാണി ഇടുമ്പോൾ അത് ഇഴിവ് ഇറങ്ങത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടോപ്പ് സിമൻറ്റ് വെച്ച് നമ്മൾ ലെവൽ വെച്ച് ചാന്ത് ഇടുന്നുണ്ട്. അപ്പോൾ ചാന്ത് ഇടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ എപ്പോഴും നമ്മൾ ഗ്രൗട്ട് വയ്ക്കണം. ഗ്രൗട്ട് വയ്ക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മഴ പെയ്ത് ഒരുപാട് നാൾ കഴിയുമ്പോൾ ഈ മേളിലെ ചാന്ത് പൊട്ടി അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗട്ട് വയ്ക്കണത്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് എനിക്ക് കൈപ്പാണി ഇടാൻ പറ്റുന്നുണ്ട്. കാരണം അറ്റ് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചാന്ത് പറ്റിക്കാനുള്ളടുത്ത് ഇതുപോലെ പറ്റിച്ചതിന് ശേഷം പിന്നെ ചാന്ത് കൂട്ടുമ്പോൾ പ്രത്യേകത 5-1 തന്നെ ഇടണം. 5 ചട്ടി മണൽ തന്നെയാണ്. കാരണം ഈ പീസാൻ്റെ ആയതുകൊണ്ട് മറ്റേത് സിമ്മൻറ്റിൻ്റെ കളറായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്മൻറ്റ് കുറവാണെങ്കിൽ അതിൽ അറിയാൻ പറ്റില്ല. അത് നമ്മൾ തേച്ച് കുറച്ച് നാൾ കഴിയുമ്പം അത് പൊടിഞ്ഞളവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ 5-1 തന്നെ ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മതിലിന് ഒരു പ്രശ്നവും വരത്തില്ല, ക്രാക്കോ ഒന്നും വരത്തില്ല, നല്ല ബലമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും അടിച്ചപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചുവര് നല്ല ഉണങ്ങിയിട്ടുണ്ട്. കാരണം കൈപ്പാണി ഇടുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൈപ്പാണി കറക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല, ലൂസാണെങ്കിൽ നമ്മൾ കൈപ്പാണി ചുറ്റുമ്പോൾ കൈപ്പാണി അവിടെ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പ്ലേറ്റ്, പത്രയെന്നും പറയും പ്ലേറ്റ് എന്നും പറയും, പല സ്ഥലങ്ങളിൽ പല പേരാണ് ഇതിനെ പറയുന്നത്. അത് വെച്ച് നല്ല രീതിയിലൊന്ന് തേച്ച് മേളിൽ ഗ്രൗട്ടും വെച്ച് ഒന്ന് അതിൻ്റെ മുന ഒക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി വിടണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ക്ലയൻറ്റിൻ്റെ മനസ്സും നിറയും, നമ്മുടെ മനസ്സും നിറയും. കാരണം വർക്ക് നല്ല നീറ്റ് വർക്കുമായിരിക്കും, അതുപോലെ തന്നെ നല്ല സ്പീഡ് വർക്കായിരിക്കും. അപ്പോൾ ആരും വന്ന് കണ്ടിട്ട് കുറ്റം പറയില്ല. അപ്പോൾ ഒരു വർക്ക് കണ്ടിട്ടാണ് നമുക്ക് അടുത്ത വർക്ക് കിട്ടുന്നത്. നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഒരു വർക്ക് അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് അടുത്തടുത്ത വർക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഉച്ചയായില്ല, 12 മണിയായപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് വേറെ വർക്ക് എന്ന് പറയുന്നത്, ഇനി നമുക്ക് സ്റ്റെപ്പ് കെട്ടണം. അങ്ങനെ കുറച്ച് വർക്കും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിരിക്കും. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റും തീർന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം.